നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 27ാമത്തെ കഥ സേനാപതിയുടെ പത്നി. പതിവ് പോലെ വേതാളം കഥ പറഞ്ഞു തുടങ്ങി. അല്ലയോ വിക്രമാദിത്യ മഹാരാജാവേ, പണ്ട് മായാപുരം എന്ന ദേശത്ത് വിജയവിക്രമൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. അവിടുത്തെ ഒരു വ്യാപാരി ശ്രേഷ്ഠനായിരുന്ന മരുതകേശിക്ക് ലോകോത്തര ലാവണ്യവതിയായ കാഞ്ചനവല്ലി എന്നൊരു പുത്രിയുണ്ടായിരുന്നു. അവളുടെ ലാവണ്യാതിരേകത്തെയും സ്വഭാവഗുണങ്ങളെയും പറ്റി കേട്ടറിഞ്ഞ രാജാവ് അവളെ വിവാഹം കഴിക്കണമെന്നാഗ്രഹിച്ച് അവളെ സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ തിരക്കി വരുവാൻ തൻ്റെ വിശ്വസ്തരായ കിങ്കരന്മാരെ നിയോഗിച്ചയച്ചു. കാഞ്ചനവല്ലിയുടെ കിടയറ്റ സൗന്ദര്യവും ഭാവഹാവാദികളും കണ്ട് ഭ്രമിച്ചു വശായ രാജകിങ്കരന്മാർ ഇപ്രകാരം തമ്മിൽ പറഞ്ഞു: ഇവൾ കേവലം മനുഷ്യസ്ത്രീയല്ല, തീർച്ച. മനുഷ്യസ്ത്രീയുടെ രൂപത്തിൽ അവതരിച്ചിരിക്കുന്ന ഒരു അപ്സരസ്. അവൾ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്ന നിമിഷത്തിൽ രാജാവ് അവൾക്ക് അടിമയായിത്തീരും. രാജ്യകാര്യങ്ങൾ മുഴുവൻ മറന്ന് അദ്ദേഹം അവളോടൊന്നിച്ച് കഴിച്ചുകൂട്ടും. ഇതിനൊന്നും ഇടയാക്കാതെ കഴിക്കാൻ ഒരു മാർഗമേയുള്ളൂ. ആ പെണ്ണ് രാജാവിൻ്റെ നിലയ്ക്കും വിലയ്ക്കും ഒരു തരത്തിലും അനുയോജ്യമല്ലെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുക. ഇപ്രകാരം നിശ്ചയിച്ചുകൊണ്ട് അവർ കൊട്ടാരത്തിലെത്തി. രാജാവിനോട് ഉണർത്തിച്ചു: പൊന്നു തിരുമേനി വിജയിച്ചാലും ആ പെൺകിടാവ് അവിടുത്തെ നിലയ്ക്കും വിലയ്ക്കും ഒരു തരത്തിലും അനുയോജ്യമല്ല. ഈ വിവാഹം നടന്നാൽ പ്രജകൾ അങ്ങയെ പുച്ഛിക്കും. അടിയങ്ങളുടെ നിഷ്കളങ്കമായ രാജഭക്തി കൊണ്ട് മാത്രമാണ് ഇപ്രകാരം തുറന്നുണർത്തിക്കുന്നത്. തിരുവുള്ളക്കേടുണ്ടാകരുത്. രാജാവ് ദൈവജ്ഞന്മാരെ വരുത്തി പൊരുത്ത വിചാരം നടത്തി. നേരത്തെ രാജകിങ്കരന്മാർ നിർദ്ദേശിച്ചിരുന്നതനുസരിച്ച് അവരും വിപരീത അഭിപ്രായമാണ് പുറപ്പെടുവിച്ചത്. മാത്രമല്ല, അവളെ രാജാവ് വിവാഹം കഴിക്കുന്ന പക്ഷം രാജ്യം അനാഥമായി പോകുമെന്നും അവർ പ്രശ്നവശാൽ മുൻകൂട്ടി അറിവ് കൊടുക്കുകയും ചെയ്തു. എന്ത് ത്യാഗം ചെയ്യേണ്ടി വന്നാലും രാജ്യശ്രേയസ് പരിരക്ഷിക്കണമെന്ന് നിഷ്ഠയുണ്ടായിരുന്ന രാജാവ് തൻ്റെ പ്രേമാഭിലാഷം അടക്കി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരുതകേശി സ്വപുത്രിയെ രാജകീയ സേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന ഇന്ദ്രസിംഹന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെയിരിക്കെ ഒരു ദിവസം നായാട്ടിന് പോയി പരിവാരസമേതം മടങ്ങി വരുന്ന അവസരത്തിൽ രാജാവ് കാഞ്ചനവല്ലിയെ കാണാനിടവന്നു. പ്രഥമ ദർശനത്തിൽ തന്നെ അദ്ദേഹം അവളിൽ അനിയന്ത്രിതമാം വിധം പ്രേമവിവശനായി തീർന്നു. കൊട്ടാരത്തിലെത്തിയതിനു ശേഷം അദ്ദേഹം തൻ്റെ അംഗരക്ഷകരിൽ ഒരുവനെ വിളിച്ച് രഹസ്യമായി ചോദിച്ചു: നാം നായാട്ട് കഴിഞ്ഞ് വരും വഴി തെക്കും ഗോപുരത്തിന് സമീപം മരുതകേശി എന്ന വ്യാപാരിയുടെ ബംഗ്ലാവിൻ്റെ മട്ടുപ്പാവിന് മുകളിൽ ഒരു പരമസുന്ദരിയായ യുവതി നിന്നിരുന്നു. അവൾ ഏതാണ്, നിനക്കറിയാമോ? അംഗരക്ഷകൻ പ്രതിവചിച്ചു: അത് മരുതകേശിയുടെ പുത്രിയാണ്. കാഞ്ചനവല്ലി എന്നാണ് പേര്. അവളെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജകീയ സേനയിലെ ഒരു സേനാധിപതിയായ ഇന്ദ്രസിംഹന് വിവാഹം കഴിച്ചു കൊടുത്തു. ഈ വാർത്താശ്രവണത്തിൽ രാജാവിനുണ്ടായ ദുഃഖവും നിരാശയും പറയാവതല്ല. തൻ്റെ കിങ്കരന്മാർ തന്നെ ചതിക്കുകയായിരുന്നെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അവരെയും ജ്യോത്സ്യന്മാരെയും കൊട്ടാരം ശേവുകത്തിൽ നിന്ന് വിടർത്തി. തുടർന്നുള്ള ദിവസങ്ങൾ രാജാവിന് ഏറ്റവും മനോവേദന ഉളവാക്കി. രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറഞ്ഞു. അരോഗദൃഢഗാത്രനായിരുന്ന അദ്ദേഹം കുറഞ്ഞൊരു ദിവസം കൊണ്ട് ശോഷിച്ച് വിളറി. ദൈനംദിന കൃത്യങ്ങളിൽ പോലും ശ്രദ്ധ വെടിഞ്ഞ് അദ്ദേഹം ഒരു തീവ്ര വിരഹിയെപ്പോലെ ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. കാലക്രമത്തിൽ രാജാവിൻ്റെ ആലസ്യത്തെപ്പറ്റിയുള്ള വാർത്ത നാട്ടിലെങ്ങും പരന്നു. അങ്ങനെ അത് ഇന്ദ്രസിംഹൻ്റെ കർണങ്ങളിലും എത്തിച്ചേർന്നു. സ്വാമിഭക്തനായ ആ സൈനിക ഉദ്യോഗസ്ഥൻ ഒട്ടും താമസിയാതെ കൊട്ടാരത്തിലെത്തി രാജാവിനെ ഭക്തിപൂർവ്വം വണങ്ങിയതിനു ശേഷം പറഞ്ഞു: പൊന്നു തിരുമേനി വിജയിച്ചാലും അടിയൻ അവിടുത്തെ ഉപ്പും ചോറും തിന്ന് ജീവിക്കുന്നവനാണ്. അടിയൻ്റെ ഭാര്യ അവിടുത്തെ പ്രേമാഭിലാഷത്തിന് പാത്രമായി തീർന്നിരിക്കുന്നതായി അടിയന് അറിയാനിടയായിരിക്കുന്നു. അത് ഒരു മഹാഭാഗ്യമായി അടിയൻ കരുതുകയും ചെയ്യുന്നു. തിരുവുള്ളമുണ്ടായി കൽപ്പിച്ചാലുടൻ അടിയൻ അവളെ തിരുമുമ്പിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നുകൊള്ളാം. ഇന്ദ്രസിംഹൻ്റെ പ്രതീക്ഷയ്ക്ക് കടകവിരുദ്ധമായി രാജാവിൻ്റെ മുഖഭാവം പെട്ടെന്ന് മാറി. ആ ഗംഭീരവദനം അരുണാഭമായി. കൊടിയ അമർഷം അവിടെ സ്ഫുരിച്ചു.
പരുഷസ്വരത്തിൽ അദ്ദേഹം ഉഴറി. സൈന്യാധിപൻ! എത്രയ്ക്ക് അവഹേളനാർഹമായ വാക്കുകളാണ് നിങ്ങൾ നമ്മോട് ഉച്ചരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ തെല്ലും അറിയുന്നില്ല. ചെങ്കോൽ വഹിക്കുന്ന ഈ കരങ്ങൾ വേറൊരാൾ അഗ്നിസാക്ഷിയായി വിവാഹം കഴിച്ച സ്ത്രീയുടെ കരങ്ങൾ ഗ്രഹിക്കണമെന്ന്. വേറൊരുവൻ്റെ ഭാര്യ എനിക്ക് മാതാവിനെ പോലെയാണ്. പരദ്രവ്യം ചെളിക്കട്ടയും. മനസ്സിലാക്കുക. ഇന്ദ്രസിംഹൻ പ്രതിവചിച്ചു. അന്നദാതാവായ പൊന്നു തിരുമേനി, അവൾ എൻ്റെ അടിമയാണ്. അവളെ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അങ്ങയ്ക്ക് ദാനം ചെയ്ത് കഴിയുമ്പോൾ അവൾ എൻ്റെ ഭാര്യയല്ലാതായി തീരുന്നില്ലേ? രാജാവ് ദൃഢസ്വരത്തിൽ പറഞ്ഞു. എനിക്ക് അത്തരത്തിലൊരു അധർമ്മം ചിന്തിക്കുവാൻ കൂടി വയ്യ. പ്രജകൾക്ക് മാതൃകയായിരിക്കേണ്ട രാജാവ് ഇത്രയ്ക്ക് ഹീനമായ ഒരു മ്ലേച്ഛകൃത്യം അനുവർത്തിക്കുക? നമ്മുടെ സേനാനായകനെന്ന നിലയിൽ നിങ്ങളുടെ അപരാധം 10 മടങ്ങ് വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും രാജ്യശ്രേയസിനെ കരുതി ഞാൻ നിങ്ങൾക്ക് തൽക്കാലം മാപ്പ് തരുന്നു. സേനാധിപതിയും ഒട്ടും വിട്ടില്ല. അദ്ദേഹം തികഞ്ഞ ധാർഷ്ട്യത്തോടുകൂടി പറഞ്ഞു. മഹാപ്രഭു, ഞാൻ അവളെ എൻ്റെ വീട്ടിൽ നിന്ന് ഇറക്കി വേറെ എവിടെയെങ്കിലും താമസിപ്പിക്കും. അങ്ങനെ ഞാൻ അവളെ ഒരു ഗണികയാക്കി തീർക്കും. അതിനുശേഷം അവളെ ഞാൻ അങ്ങയുടെ മുമ്പിൽ എത്തിക്കും. ചാരിത്രവതിയായ ഒരു സ്ത്രീയെ, പ്രത്യേകിച്ചും സ്വന്തം ഭാര്യയെ ഒരു ഗണികയാക്കാൻ നിങ്ങൾ ഉദ്യമിക്കുന്ന പക്ഷം അതിന് ഞാൻ നൽകുന്ന ശിക്ഷ ഭയങ്കരമായിരിക്കുമെന്ന് കരുതിക്കൊള്ളുക. നിരാശനും അധിക്ഷിപ്തനുമായി തീർന്ന ഇന്ദ്രസിംഹൻ എന്തോ ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് സ്വവസതിയിലേക്ക് മടങ്ങി. അദ്ദേഹം തൻ്റെ ഭാര്യയെ ഏറ്റവും മോടിയിൽ അലങ്കരിച്ച് ഏകാകിനിയായി രാജസന്നിധിയിലേക്ക് അയച്ചു. അവളെ സർവാഭരണ വിഭൂഷിതയായി വീണ്ടും കണ്ടപ്പോൾ രാജാവിൻ്റെ കാമപാരവശ്യം ദ്വിഗുണീഭവിച്ചു. പക്ഷേ എന്നിട്ടും അദ്ദേഹം നീതിയുടെയും ധർമ്മത്തിൻ്റെയും പന്ഥാവിൽ നിന്ന് വ്യതിചലിക്കാൻ സന്നദ്ധനായില്ല. ഇന്ദ്രസിംഹനോട് പറഞ്ഞ മറുപടി തന്നെ അവളോടും പറഞ്ഞ് അദ്ദേഹം അവളെ ആദരപൂർവ്വം മടക്കി അയച്ചു. പക്ഷേ അപ്പോഴും രാജാവിൻ്റെ മാനസിക സംഘർഷത്തിന് ഉപശാന്തി ഉണ്ടായില്ല. പ്രത്യുത അത് അനുദിനം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആദി വ്യാധിയായി മാറി. അല്പദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഇഹലോകവാസം വെടിയുകയും ചെയ്തു. ഈ സംഭവം ഇന്ദ്രസിംഹനെ കൊടിയ ദുഃഖത്തിലാഴ്ത്തി. അദ്ദേഹം സ്വയം ചിന്തിച്ചു. എൻ്റെ പ്രിയപത്നിയായ കാഞ്ചനവല്ലിയുടെ പേരിൽ രാജാവിനുണ്ടായിരുന്ന അഭിനിവേശമാണ് അദ്ദേഹത്തെ അകാല മൃത്യുവിനിടയാക്കിയത്. ഞാനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാനും അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിനൊത്തിച്ച് ആത്മാഹൂതി ചെയ്ത് എൻ്റെ കർത്തവ്യം നിർവഹിക്കും. അതനുസരിച്ച് അദ്ദേഹം രാജാവിൻ്റെ മൃതശരീരത്തോടൊപ്പം അതേ ചിതയിൽ തന്നെ ചാടി മരിക്കുകയും ചെയ്തു. ഈ വാർത്ത ശ്രവിച്ച കാഞ്ചനവല്ലിയാകട്ടെ തൽക്ഷണം ഒരു ഉന്മാദിനിയെപ്പോലെ ചിതയുടെ സമീപത്തേക്ക് പാഞ്ഞു. അവളും അതേ തീയിൽ തന്നെ ചാടി തൻ്റെ ജീവിതം എന്നേക്കുമായി അവസാനിപ്പിച്ചു. കഥയുടെ ഇത്രയും ഭാഗങ്ങൾ വിസ്തരിച്ച ശേഷം വേതാളം ചോദിച്ചു. അല്ലയോ വിക്രമാദിത്യ മഹാരാജാവേ, ഈ 3 പേരിൽ ആരുടെ ധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്? വിക്രമാദിത്യൻ പ്രതിവചിച്ചു. സംശയമെന്ത്? രാജാവിൻ്റെ. അതെങ്ങനെ? സേനാപതി രാജാവിൻ്റെ ചിതയിൽ ചാടി ആത്മാഹൂതി ചെയ്തതിൽ അദ്ദേഹം തൻ്റെ കേവലമായ കർത്തവ്യം നിർവഹിക്കുക മാത്രമാണ് ചെയ്തത്. യജമാനനു വേണ്ടി ജീവത്യാഗം ചെയ്യുക എന്ന പാവനമായ കർത്തവ്യം. അദ്ദേഹത്തിൻ്റെ പത്നിയാകട്ടെ പതിയോടൊന്നിച്ച് ജീവത്യാഗം ചെയ്യുക എന്ന പാവനമായ കർത്തവ്യവും. രാജാവിൻ്റെ കഥ അതല്ല. അദ്ദേഹം സർവാത്മനാ സ്നേഹിച്ച യുവതിയെ തനിക്ക് യഥേഷ്ടം പ്രാപിക്കുവാനുള്ള സർവ്വസൗകര്യങ്ങളും ലഭിച്ചിട്ടും അവളുടെ ചാരിത്രത്തിന് ഭംഗം വരുത്തുവാൻ അദ്ദേഹം ചിന്തിച്ചില്ല. അപ്രകാരമുള്ള നിർദ്ദേശവും സൂചന പോലും കഠിനമായ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ് ചെയ്തത്. ഒടുവിൽ വിരഹതാപം സഹിക്കവയ്യാതെ അദ്ദേഹം അകാല മരണം പ്രാപിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വേതാളം ഉടൻ സ്വയം ബന്ധനവിമുക്തനായി വീണ്ടും ചെന്ന് മുരുക്കുമരത്തിൽ തൂങ്ങിക്കിടന്നു. വിക്രമാദിത്യൻ പിന്തുടർന്ന് ചെന്ന് അവനെ വീണ്ടും ബന്ധിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്തു. നന്ദി.